മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരിയിലെത്തി മലയാളികളെ ഒന്നാതെ കൈയിലെടുത്ത താരമാണ് അജു വർഗീസ്. കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച അജു തനിക്ക് ക്യാരക്ടർ റോളുകളും ചേരുമെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ കാലത്തെ സിനിമകളെക്കുറിച്ചും സന്തോഷ് പണ്ഡിറ്റിനെക്കുറിച്ചും അജു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഇന്ന് ആർക്കും സിനിമ എടുക്കാം എന്ന ധൈര്യം മലയാളികൾക്ക് നൽകിയതിൽ പ്രമുഖ വ്യക്തിയായി അജു കാണുന്നത് സന്തോഷ് പണ്ഡിറ്റിനെയാണ്. സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാതിരുന്ന കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കി വിജയം കൈവരിച്ച ആളാണ് അദ്ദേഹമെന്നും അജു പറഞ്ഞു. അദ്ദേഹം അത് ചെയ്ത് ധൈര്യം കിട്ടിയപ്പോഴാണ് മലയാളത്തിൽ മൊബൈലിൽ വരെ സിനിമ എത്താൻ കാരണമായത്. കണ്ടന്റ് സംസാരിക്കുന്ന കാലമാണിതെന്നും അജു വർഗീസ് പറഞ്ഞു. 2011-ലാണ് കൃഷ്ണനും രാധയും എന്ന പേരിൽ ആദ്യമായി സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ചെയ്യുന്നത്. ഛായാഗ്രഹണം ഒഴികെ ആ ചിത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് സന്തോഷായിരുന്നു. റിലീസിന് മുൻപ് വന്ന ചിത്രത്തിലെ ഗാനങ്ങളും പ്രൊമോഷൻ മെറ്റീരിയലുകളും ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും പാത്രമായെങ്കിലും ആദ്യ ദിനം ഹൌസ്ഫുൾ ഷോകൾ വരെ നടന്നിരുന്നുവെന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊച്ചിയിലെ ഒരു തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വരെ ഇടപെട്ടു. ആദ്യ ഒരാഴ്ചയിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം റിപ്പോർട്ടുകൾ പ്രകാരം 5 ലക്ഷം ബജറ്റിലിറങ്ങിയ ഈ സിനിമ 2 കോടി കളക്ഷൻ നേടിയെന്നാണ് പറയുന്നത്.